ഹലോ, അസ്സാം വലൈക്കും. എന്തുണ്ട് വിശേഷങ്ങൾ? സുഖമല്ലേ? നിങ്ങൾക്ക് എല്ലാവർക്കും എല്ലാ സ്ഥലത്തും മഴ പെയ്തിനോ? ഇവിടെ എറണാകുളം 2 ദിവസം മുമ്പ് ചില ഭാഗങ്ങളിൽ മഴ പെയ്തിരുന്നു. ആ സമയത്തൊന്നും ഞാൻ നിൽക്കുന്ന ഭാഗത്ത് മഴയൊന്നും ഉണ്ടായിരുന്നില്ല. ഇന്ന് വൈകുന്നേരം നമുക്ക് നല്ലൊരു തകർത്ത മഴ കിട്ടി. പക്ഷെ എന്നാലും ചൂടിന് കുറവൊന്നുമില്ല കേട്ടോ. ചൂട് പോലെയുണ്ട്. നമുക്കിന്ന് റെസിപ്പി അയച്ചു തന്നിരിക്കുന്നത്, നമുക്കിതിന് മുമ്പ് ബോംബെയിൽ നിന്നും ഖത്തറിൽ നിന്നും മംഗലാപുരത്തു നിന്നും ഒക്കെ വന്നു. അപ്പോൾ ഇന്ന് വന്നിരിക്കുന്നത് കൽക്കത്തയിൽ നിന്നാണ്. എൻ്റെ സിസ്റ്റർ മോള് തന്നെയാണ്. പക്ഷെ ചെറിയൊരു മോളാണ്, 10-11 വയസ്സേ ഉള്ളൂ. മുപ്പത്തിക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് കുക്കിങ്ങിൽ. അതുകൊണ്ട് തന്നെ അവളെ ഒന്ന് പ്രോത്സാഹിപ്പിക്കാമെന്ന് വെച്ചു. ഞാൻ സിസ്റ്ററോട് പറയും, ഇവള് ഷെഫോ മറ്റോ ആണോ എന്നുള്ളത്. ഇതിനു മുമ്പും അവളുടെ ഒരു വീഡിയോ ഞാൻ എൻ്റെ ചാനലിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ആളെ ഒന്ന് പരിചയപ്പെട്ടാലോ. ഇന്ന് ഞാൻ ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ക്രിസ്പി ചീസ് കോൺ ബോൾസ്. അതിനുള്ള ആവശ്യമായ സാധനങ്ങളാണ് 2 ബോയിൽഡ് പൊട്ടാറ്റോ, 1/2 കപ്പ് കോൺ ഗ്രൈൻഡ് ആക്കിയത്, 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ, 4 ടേബിൾ സ്പൂൺ റൈസ് പൗഡർ, 4 ടേബിൾ സ്പൂൺ ബ്രെഡ് ക്രംസ്, ക്യൂബായ ചീസ്, 1 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ്, ആവശ്യമായ ഉപ്പ്, പിന്നെ കോട്ടാക്കാനുള്ള ബ്രെഡ് ക്രംസ്. നമുക്ക് ആദ്യം തന്നെ ഡോ തയ്യാറാക്കി എടുക്കാം. ഗ്രൈൻഡ് ആക്കിയ കോണ് ഇടാം. ഇതിട്ട് കഴിഞ്ഞിട്ട് നമുക്ക് പൊട്ടാറ്റോ ഇടാം. കോൺഫ്ലവർ, rice powder, bread crumbs, chili flakes, പിന്നെ ആവശ്യമായ ഉപ്പ്. ഇനി നമുക്ക് ഇതെല്ലാം നല്ലോണം മിക്സ് ആക്കി എടുക്കാം. ആദ്യം ഓയിൽ നമ്മളെ കയ്യിൽ പെരട്ടാം. അത് കഴിഞ്ഞിട്ട് ഇതിന്റെ ബോൾ ചെയ്യാം. ഇതുപോലെ ഹോൾസ് ഉണ്ടാക്കിയിട്ട് അതിനുള്ളിൽ ചീസ് ക്യൂബ്സ് ഇട്ടിട്ട് നമുക്ക് പിന്നെയും അതിനെ റോളാക്കാം. ബോള് ഇങ്ങനെ ഉണ്ടാവും. നമുക്ക് മുട്ടയിലൊന്നും ഡിപ്പാക്കണ്ട, അങ്ങോട്ട് തന്നെ ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്യാം. നമുക്ക് ഇത് എല്ലാത്തിനും ഇങ്ങനെ തന്നെ ബോൾസ് ആക്കി എടുക്കാം. ഇതിനെ ഫ്രൈ ആക്കി എടുക്കാം. ഇതാണ് നമ്മളെ ക്രിസ്പി ചീസ് കോൺ ബോൾസ്. എല്ലാവരും ട്രൈ ചെയ്യണം. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനലിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു. നമ്മുടെ അയറമോളുടെ റെസിപ്പി എല്ലാവരും കണ്ടോ? എല്ലാവരും അതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് അതിൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കണം. അവളെ ഒന്ന് പ്രോത്സാഹിപ്പിക്കണം. കുട്ടികളല്ലേ, അവർക്ക് അവരുടെ ഇതിനൊരു കമൻ്റൊക്കെ വരുന്നതെന്ന് പറയുമ്പോൾ ഭയങ്കര ആവേശമായിരിക്കും. നമുക്കാണെങ്കിലും അതാണ് കേട്ടോ. പക്ഷെ എല്ലാവരും കമൻ്റ് ഇടാൻ ഭയങ്കര മടിയാണ്. എല്ലാവരും എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ ഒരു സ്മൈലി ഇട്ടിട്ടുണ്ടാവും, ഒരു തംസപ്പ് അടിച്ചിട്ടുണ്ടാവും. അതല്ല, എന്തെങ്കിലും ഒന്ന് കമൻ്റ് ചെയ്യുക. അപ്പം ഇത് പ്രത്യേകം ഞാൻ പറയാണ്, കുട്ടികൾക്കത് കാണുമ്പോൾ ഒരു ഇഷ്ടമാണ്. അപ്പം അവളെ ഒന്ന് പ്രോത്സാഹിപ്പിക്കുക. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇനി അടുത്തൊരു വീഡിയോയുമായി കാണാം. താങ്ക് യു.